ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചുറ്റും കാണുന്ന ഈ പറമ്പത്തെ മണ്ണ് ഉപയോഗിച്ചിട്ട് കളിമണ്ണ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണത്തിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുയലിൻ്റെ അവസ്ഥ കേട്ടോ. ഒരു ചെവിയെല്ലാം അടന്ന് താഴെ വീണിട്ടുണ്ട്, മഴയെ വന്നിട്ടാകുമ്പോൾ അങ്ങനെ കുറച്ച് ഡാമേജ് ആയി. അപ്പോൾ ഇതിനുപയോഗിച്ച മണ്ണ് തന്നെ പിന്നെ ഇടയിലെ കുറച്ച് മണ്ണും കൂടി ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് കളിമണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് ക്യാമറമാൻ ഇല്ല കേട്ടോ, ഇന്ന് നമ്മളെ ക്യാമറമാൻ ലീവാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു ക്യാമറമാനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവനാണ് നമ്മളെ പുതിയ ക്യാമറമാൻ. ഇത് നമ്മളെ ഏച്ചിയുടെ കുഞ്ഞാണ്, പേര് പാവുട്ടൻ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അപ്പോൾ അതിൽ പരിചയപ്പെടുത്തിയിട്ടാ. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ഹൈ പറയാം. ഇവനാണ് ഇന്ന് ക്യാമറ കൈകാര്യം ചെയ്യാൻ വന്ന ആള് കേട്ടാ. ഗൈസ്, അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതുപോലെ ഒരു വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ചളിയെല്ലാം ഇതിലേക്ക് ഇട്ട് മിക്സ് ആക്കി എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ചളിയെല്ലാം എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ വലിയ വലിയ ചിരലിൻ്റെ പീസെല്ലാം നമുക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വെള്ളത്തിലിട്ട് ചളിയിൽ നിന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അരിപ്പ് ഉപയോഗിച്ച് കിട്ടാവുന്ന മാക്സിമം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഇത്രയും ചരൽ നമ്മൾ നേരത്തെ ഉണ്ടായ അതിൽ നിന്ന് അരിച്ചെടുത്തതാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ 1-2 ദിവസം അനക്കാതെ വെക്കണം. അപ്പോൾ നമുക്ക് നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം മേലെ വരും, ചളിയെല്ലാം അടിയിൽ പോവും. ആ മേലെ വരുന്ന വെള്ളത്തിന് നമുക്കിനി ഊറ്റിക്കളയണം. ഇപ്പോൾ തന്നെ കുറച്ച് മേലെ വന്നിട്ടുണ്ട് വെള്ളം. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ വെച്ചത് ഈ അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമെല്ലാം മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഊറ്റിക്കളയാം. ഇപ്പം നിങ്ങൾ കണ്ട അതിൽ നല്ല വെള്ളം മുകളിൽ വന്നിട്ടുണ്ട്. അത് മാത്രം നമുക്ക് കളയണം. അതിൽ നമ്മൾ പറ്റാവുന്ന അത്ര വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു തുണി ഒരു ബക്കറ്റിൽ ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചളിയിലിട്ടിട്ട് അരിച്ചെടുക്കാം. അപ്പം നമ്മളിത് അരിച്ചത് ഇതുപോലെ കിഴി കെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇതുപോലെ പോകുന്നുണ്ട്. നമുക്ക് ഇതിന് ഒരു 2-3-4 ദിവസം ഇതുപോലെ തൂക്കിയിടണം. അപ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം ഉറ്റിയിട്ട് കളിമണ്ണ് മാത്രം ഇതിൽ ബാക്കിയാവും. ഫ്രണ്ട്സ്, അപ്പം നമ്മളിതാ 3 കിഴി കെട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ പോകുന്നത്. അങ്ങനെ പോയി ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറണം. എന്നിട്ട് നമുക്ക് ഇതിലത്തെ കളിമണ്ണ് മാത്രമായിട്ട് കിട്ടണം. ഒരു 3-4 ദിവസം എടുക്കുമായിരിക്കും. നമുക്കപ്പോൾ അത് കഴിഞ്ഞ് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കിഴി കെട്ടി വെച്ചതെല്ലാം വെള്ളമെല്ലാം വലിഞ്ഞ് സെറ്റായിട്ട് കളിമണ്ണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ കിഴി ഒന്ന് അയച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നോക്കിയാൽ നമ്മളെ കളിമണ്ണ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷേപ്പ് അങ്ങനെ ആക്കി വെക്കുന്ന ആ ഷേപ്പിൽ നിൽക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ക്ലേ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ കാണിച്ച മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ക്ലേ വെച്ചിട്ട് മോഡലിലെല്ലാം ചെയ്തെടുക്കുന്നവർ ഇങ്ങനെ ചെയ്ത് നോക്ക്. വെറുതെ കാശ് കൊടുത്ത് ക്ലേ മേടിക്കാതെ വീട്ടിൽ തന്നെ മുറ്റത്തുണ്ടാകുന്ന മണ്ണ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ക്ലേൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ക്ലേ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടില്ലത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.